Hello students, last പാർട്ടിലെ വേസ്റ്റ് ഗേറ്റ് സിസ്റ്റം ഇൻ ടർബോചാർജർ ആണ് ഡിസ്കസ് ചെയ്തത്. അത് ഇൻടേക്ക് മാനിഫോൾഡിലെ ബൂസ്റ്റ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ വേസ്റ്റ് ഗേറ്റ് സിസ്റ്റം ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടർബോചാർജറിൻ്റെ വിവിധ മെത്തേഡുകളാണ്. Already we have discussed turbocharger working by using the energy of exhaust gas. So there are three types of turbocharging method. These are one constant pressure type, pulse or bushy type, pulse converter type. മൂന്ന് തരത്തിലുള്ള ടർബോചാർജിങ് മെത്തേഡുകളാണുള്ളത്. ഒന്ന് കോൺസ്റ്റൻറ്റ് പ്രഷർ ടൈപ്പ്, രണ്ട് പൾസ് അല്ലെങ്കിൽ ബുഷി ടൈപ്പ് എന്ന് പറയും, മൂന്നാമത്തേത് പൾസ് കൺവേർട്ടഡ് ടൈപ്പാണ്. അപ്പോൾ ഓരോന്ന് എന്താ നോക്കാം. കോൺസ്റ്റൻറ്റ് പ്രഷർ ടൈപ്പിൽ the exhaust gas from various cylinders discharge into a common manifold at a pressure greater than atmospheric pressure. എന്ന് പറഞ്ഞാൽ വിവിധ എൻജിൻ സിലിണ്ടറുകളിൽ നിന്ന്, ഇപ്പോൾ 4 സിലിണ്ടർ ആണെങ്കിൽ 4 സിലിണ്ടറിൽ നിന്നുമുള്ള എക്സോസ്റ്റ് ഗ്യാസിനെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു മാനിഫോൾഡിലോട്ട് പാസ് ചെയ്യുന്നു. The exhaust gases from all cylinders expand in the exhaust valve to a constant pressure in the common manifold and pass from here to the turbine. അതായത് എല്ലാ സിലിണ്ടറിൽ നിന്നുള്ള എക്സോസ്റ്റ് ഗ്യാസിനെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു മാനിഫോൾഡിലൂടെ കടത്തി വിട്ടിട്ട് അതിനെ കോൺസ്റ്റൻറ്റ് പ്രഷറാക്കുന്നു. അങ്ങനെ കോൺസ്റ്റൻറ്റ് പ്രഷർ ആക്കിയതിന് ശേഷമാണ് ടർബൈനിലൂടെ അത് കടത്തി വിടുന്നത്. ഒന്നുകൂടി ക്ലിയറാക്കി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇത് നമ്മുടെ എൻജിന് ഒരു 4 സിലിണ്ടർ എൻജിനാണ്. ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ള എൻജിനാണ് കേട്ടോ. ഇതൊരു സിലിണ്ടറാണ്, ഇതൊരു സിലിണ്ടറാണ്, ഇതൊരു സിലിണ്ടറാണ്, ഇത് വേറൊരു സിലിണ്ടറാണ്, ഇത് മറ്റൊരു സിലിണ്ടറാണ്. ഇങ്ങനെ 4 സിലിണ്ടർ ഉണ്ട്. ഇങ്ങനെ 4 സിലിണ്ടറിൽ നിന്ന് എന്തുണ്ടായിരിക്കും, ഓരോ സിലിണ്ടറിൽ ഇൻടേക്ക് വാൾവും എക്സോസ്റ്റ് വാൾവും ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ 4 സിലിണ്ടർ കാണിച്ചു. ഇനിയുള്ളത് കംപ്രസറും ടർബൈനുമാണ്. കംപ്രസറും ടർബൈനുമാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതാണ് കംപ്രസർ. ആ കംപ്രസറിൻ്റെ ഒരു ഷാഫ്റ്റിലൂടെ വന്നിട്ട് മറ്റേ എൻഡിൽ ടർബൈനും കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, ടർബൈനും കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ടർബൈന് കറങ്ങുമ്പോൾ, ടർബൈനിലൂടെ എക്സോസ്റ്റ് ഗ്യാസാണ് പോകുമ്പോൾ, എക്സോസ്റ്റ് ഗ്യാസാണ് ടർബൈനിലൂടെ കടത്തി വിടുമ്പോൾ അത് കറങ്ങും. അത് കറങ്ങുമ്പോഴാണ് കംപ്രസറും കറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് കംപ്രസറും പറഞ്ഞു, പിന്നെ ടർബൈനും പറഞ്ഞു. കംപ്രസറും ടർബൈനും നമുക്ക് കാണിച്ചു തന്നു. ഓക്കെ, ക്ലിയർ ആയില്ലേ. ഇനി കംപ്രസറിൽ എന്താണ് കണക്ഷൻ വേണ്ടത്? കംപ്രസറിൽ കണക്ഷൻ വേണ്ടത് പുറത്തുനിന്നുള്ള അറ്റ്മോസ്ഫറിക് എയർ എൻ്റർ ചെയ്യണം അല്ലേ. പുറത്തുനിന്നുള്ള അറ്റ്മോസ്ഫറിക് എയർ എൻ്റർ ചെയ്യണം. ആ പാസേജാണ് ഈ കാണിച്ചിട്ടുള്ളത്. പുറത്തുനിന്നുള്ള അറ്റ്മോസ്ഫറിക് എയർ എൻ്റർ ചെയ്യുന്ന പാസേജാണിത്. ഏത് കംപ്രസർ കറങ്ങുമ്പോൾ പുറത്തുനിന്ന് എയറിനെ വലിച്ചെടുക്കും. എന്നിട്ട് കംപ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇൻടേക്ക് മാനിഫോൾഡിലൂടെ ഇങ്ങനെ കടത്തി വിടണം. അതാണ് ഈ കാണിച്ചുള്ളത്. ആ മാനിഫോൾഡാണിത് കേട്ടോ, മാനിഫോൾഡ്. അപ്പോൾ ആ മാനിഫോൾഡിൽ ഓരോ സിലിണ്ടറിലോട്ടും ഓരോ കണക്ഷൻ ഉണ്ടാവും. ഇൻലെറ്റ് വാൾവിൻ്റെ അവിടെ ഓരോ കണക്ഷൻ ഉണ്ടാവുമല്ലോ, അതാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ കംപ്ലീറ്റ് മാനിഫോൾഡായി ഓരോ സിലിണ്ടറിലോട്ടുമുള്ള കണക്ഷനായി. ഇങ്ങനെയാണ് കംപ്രസ്ഡ് എയർ ഓരോ സിലിണ്ടറിലോട്ടും ഈ പാസേജിലൂടെ പോകുന്നതാണ്. അപ്പോൾ ഇത് ഇൻടേക്ക് മാനിഫോൾഡാണ് മുകളിൽ കാണിച്ചിട്ടുള്ളത്. ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുള്ളത് ഇൻടേക്ക് മാനിഫോൾഡാണ്. ഇനി എന്താ വേണ്ടത്? ഇനി എക്സോസ്റ്റ് വേണ്ടേ. എക്സോസ്റ്റ് ഗ്യാസ് ടർബൈനിക്ക് പോകണമല്ലോ.
അപ്പോൾ എക്സോസ്റ്റ് ഗ്യാസ് ടർബൈനിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇത് വേണം, ഒരു എക്സോസ്റ്റ് മാനിഫോൾഡ് കാണണം അല്ലേ. അപ്പോൾ എക്സോസ്റ്റ് എൻജിനിൽ നിന്നുള്ള ഈ 4 സിലിണ്ടറിൽ നിന്നുള്ള ഓരോ കണക്ഷൻ ഇങ്ങനെ വരുന്നുണ്ട്. ഇതാ ഒരു കണക്ഷൻ, ഒരു സിലിണ്ടറിൽ നിന്ന് ഇങ്ങനെ വന്നു, അടുത്ത സിലിണ്ടറിൽ നിന്നൊരു കണക്ഷൻ, മൂന്നാമത്തെ സിലിണ്ടറിൽ നിന്നൊരു കണക്ഷൻ, നാലാമത്തെ സിലിണ്ടറിൽ നിന്നൊരു കണക്ഷൻ, എന്നിട്ട് നേരെ ടർബൈനിലോട്ട് പോയി. ഓക്കെ, ടർബൈനിലോട്ട് പാസ് ചെയ്തുകൊണ്ടില്ലേ, ടർബൈനിലെത്തി. അപ്പോൾ ഓരോ സിലിണ്ടറിൽ നിന്നുള്ള എക്സോസ്റ്റ് ഗ്യാസ് നേരെ ടർബൈനിലൂടെ ഇങ്ങനെ കടത്തി വിടും. ഓരോ സിലിണ്ടറിൽ നിന്നുള്ള എക്സോസ്റ്റ് ഗ്യാസിനെ ടർബൈനിലോട്ട് ടർബൈനിലോട്ട് പോകുന്ന പാസേജാണ് എക്സോസ്റ്റ് മാനിഫോൾഡ്. അതിവിടെ കൊടുത്തിട്ടുണ്ട്, എക്സോസ്റ്റ് മാനിഫോൾഡ് ഉണ്ടാവും. അപ്പോൾ കൺസ്ട്രക്ഷൻ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ വർക്കിംഗ് പറയാണ്. ഇവിടെ കൺസ്ട്രക്ഷനിലുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാനിഫോൾഡിൻ്റെ സൈസാണ്. എക്സോസ്റ്റ് മാനിഫോൾഡിൻ്റെ സൈസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഡയമീറ്റർ വളരെ കൂടുതലായിരിക്കും. ഇവിടെ ഇൻടേക്ക് മാനിഫോൾഡിൻ്റെ ഡയമീറ്റർ ഇത്രയേ ഉള്ളൂ. അതേസമയം എക്സോസ്റ്റ് മാനിഫോൾഡ് നോക്കാം, എക്സോസ്റ്റ് മാനിഫോൾഡിൻ്റെ ഡയമീറ്റർ കുറച്ച് സൈസ് കൂടുതലാണ്, വലുതായിരിക്കും അതിൻ്റെ ഡയമീറ്റർ. സൈസ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും, വലിയ ഡയമീറ്ററാണ് എക്സോസ്റ്റ് മാനിഫോൾഡിനുള്ളത്. ഓക്കെ, ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് എന്തിനാ ചെയ്തതെന്ന് വെച്ചാൽ കോൺസ്റ്റൻറ്റ് പ്രഷറാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ്. എക്സോസ്റ്റ് മാനിഫോൾഡിൽ വെച്ചിട്ട് അതിൻ്റെ ആ എക്സോസ്റ്റ് ഗ്യാസിൻ്റെ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കും. പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിയിട്ട് ആ കോൺസ്റ്റൻ്റ് പ്രഷറിൽ ടർബൈനിലൂടെ ഈ എക്സോസ്റ്റ് ഗ്യാസിനെ കടത്തി വിടാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്, ഈ ഒരു വലിയ ഡയമീറ്ററുള്ള എക്സോസ്റ്റ് മാനിഫോൾഡ് യൂസ് ചെയ്യുന്നത്. എന്താ സംഭവിക്കുന്നറിയോ, അല്ലാതിരുന്നാൽ ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു സിലിണ്ടറിൽ നിന്ന് വരുന്ന ഏറ്റവും പുറമേയുള്ള ഈ ഒരു ഭാഗത്ത് സിലിണ്ടറിൽ നിന്നുള്ള എക്സോസ്റ്റ് ഗ്യാസ് ഇങ്ങനെ വരും. ഇവിടെ നല്ല പ്രഷർ ഉണ്ടാവും, ഈ ഒരു പോയിന്റിൽ നല്ല പ്രഷർ ഉണ്ടായിരിക്കും, അതേസമയം ഇവിടെ എത്തുമ്പോൾ ആ പോയിന്റ് എക്സോസ്റ്റ് ഗ്യാസ് ഇവിടെ എത്തുമ്പോൾ ചിലപ്പം പ്രഷർ കുറയും. അതുപോലെ ഇവിടെ എത്തുമ്പോൾ ചിലപ്പം പ്രഷർ വീണ്ടും കുറയും. അതേസമയം ഇവിടുന്ന് വരുന്ന എക്സോസ്റ്റ് ഗ്യാസ് ഈ ഒരു സിലിണ്ടറിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സിലിണ്ടറിൽ നിന്ന് വരുന്ന എക്സോസ്റ്റ് ഗ്യാസ്, ആ എക്സോസ്റ്റ് ഗ്യാസിൻ്റെ ഇവിടെ നല്ല പ്രഷർ ഉണ്ടാവും, ഇവിടെയും നല്ല പ്രഷർ ഉണ്ടാവും. അപ്പോൾ പല സിലിണ്ടറിൽ നിന്ന് അതിൻ്റെ ലെങ്ത്ത് ടർബൈനിൽ നിന്നുള്ള ദൂരം കൂടുന്നതിനനുസരിച്ചിട്ട് പല രീതിയിലായിരിക്കും. അതേപോലെ തന്നെ ഫയറിംഗ് ഓർഡർ അനുസരിച്ചിട്ടൊക്കെയാണല്ലോ എക്സോസ്റ്റ് ഗ്യാസ് പുറത്ത് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് പല രീതിയിലുള്ള പ്രഷറിലായിരിക്കും എക്സോസ്റ്റ് ഗ്യാസ് വരുന്നത്. അപ്പോൾ ആകെ ഒരു ഡിസോർഡർ ആയിരിക്കും, ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡിസോർഡർ ആയിരിക്കും എക്സോസ്റ്റ് ഗ്യാസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത് വേരിയിങ് പ്രഷറാണ്. വേരിയിങ് പ്രഷറായിരിക്കും സാധാരണ ഒരു എൻജിനിൽ നിന്ന് പുറത്ത് വരുന്ന ഒരു എക്സോസ്റ്റ് ഗ്യാസിൻ്റെ നേച്ചർ. അപ്പോൾ ആ ഒരു വേരിയിങ് പ്രഷറിനെ ഒരു കോൺസ്റ്റൻ്റ് ആക്കി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇവിടെ എന്ത് കൊടുക്കുന്നത്, വലിയ ഡയമീറ്ററുള്ള പൈപ്പ് കൊടുക്കുന്നത്. ഒരു ചെറിയ ഡയമീറ്ററുള്ള പൈപ്പാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ എക്സോസ്റ്റ് ഗ്യാസ് വളരെ ഹൈ വെലോസിറ്റിയിലാണ്ട് പാസ് ചെയ്ത് പോകും. അപ്പോൾ ഒരു പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി നിർത്താനുള്ള സമയം കിട്ടണില്ല. അതേസമയം ഡയമീറ്റർ കൂട്ടി കൊടുത്തു, വലിയ ഡയമീറ്ററുള്ള ഒരു ഇത് കൊടുത്തത് കൊണ്ടാണ് നമുക്ക് ഇവിടുന്ന് വരുന്ന എക്സോസ്റ്റ് ഗ്യാസ് ചിലപ്പോൾ ഇവിടെ പ്രഷർ കോൺസ്റ്റൻറ്റ് കൂടുതലായിരിക്കും, പിന്നെ ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഇങ്ങനെ നോർമൽ പ്രഷറിൽ ഇങ്ങനെ ടർബൈനിലോട്ട് പോകും. അടുത്തത് അതേപോലെ തന്നെ ഇവിടെ ഹൈ പ്രഷറായിരിക്കും, പിന്നെ ഇങ്ങനെ അതിലൂടെ ലാർജ് ഡയമീറ്റർ പൈപ്പിലൂടെ പോകുന്ന സമയത്ത് പ്രഷർ ഏകദേശം കോൺസ്റ്റൻ്റായി, അതും കോൺസ്റ്റൻറ്റ്. അങ്ങനെ എല്ലാ സിലിണ്ടറിൽ നിന്നുള്ള
എക്സോസ്റ്റ് ഗ്യാസും എല്ലാ സിലിണ്ടറിൽ നിന്നുള്ള എക്സോസ്റ്റ് ഗ്യാസിനെയും കോൺസ്റ്റൻറ്റ് പ്രഷറിലോട്ട് മാറ്റിയതിന് ശേഷം ആണ് ആക്ച്വലി ഇവിടെ എന്ത് സംഭവിക്കുന്നത്, ടർബൈനിലൂടെ കടത്തിവിടുന്നത്. കാരണം ടർബൈനിൽ കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ് എക്സോസ്റ്റ് ഗ്യാസിനെ പാസ് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടർബൈൻ്റെ എഫിഷ്യൻസി കൂടും. വേരിയിങ് പ്രഷർ അല്ലാത്തത് കൊണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു റൊട്ടേഷൻ ആയിരിക്കും ടർബൈനിന് കിട്ടുക. മറ്റത് വിവിധ പ്രഷറിലാണ് എക്സോസ്റ്റ് ഗ്യാസ് വരുന്നതെന്നുണ്ടെങ്കിൽ ടർബൈൻ്റെ റൊട്ടേഷൻ തന്നെ ഒരു കോൺസ്റ്റൻ്റ് ആവില്ല, അതിൻ്റെ എഫിഷ്യൻസി കുറവായിരിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ടർബൈൻ കറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും, കംപ്രസർ കറങ്ങാൻ തുടങ്ങും. കംപ്രസർ കറങ്ങുമ്പോൾ എയർ വരുന്നു, കംപ്രസ് ചെയ്യുന്നു, എന്നിട്ട് ഓരോ സിലിണ്ടറിലോട്ട് ഇങ്ങനെ കൊടുക്കുന്നു. ഓക്കെ, ബാക്കിയൊക്കെ നോർമൽ കാര്യം. എക്സോസ്റ്റ് ഗ്യാസ് എങ്ങനെയാണ് ടർബൈനിൽ വരുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു മെത്തേഡ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത് കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന്, ഡ്യൂ ടു കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ദ ടർബൈൻ റൺസ് അറ്റ് ഹൈ എഫിഷ്യൻസി. കോൺസ്റ്റൻറ്റ് പ്രഷറിലും അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലും എക്സോസ്റ്റ് ഗ്യാസ് ടർബൈനിലൂടെ പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ടർബൈൻ്റെ എഫിഷ്യൻസി കൂടുതലായിരിക്കും. അപ്പോൾ ടർബൈൻ്റെ എഫിഷ്യൻസി, റൺ ചെയ്യുന്ന എഫിഷ്യൻസി കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും കംപ്രസറിൻ്റെ എഫിഷ്യൻസിയും കൂടും. അപ്പോൾ ഓവറോൾ എൻജിൻ്റെ തെർമൽ എഫിഷ്യൻസി കൂടും. പിന്നെ അഡ്വാൻറ്റേജ് ദ എക്സോസ്റ്റ് പൈപ്പിംഗ് ഈസ് വെരി സിമ്പിൾ. എക്സോസ്റ്റ് പൈപ്പിംഗ് വളരെ എളുപ്പമാണ്. കാരണം വലിയൊരു എന്താ പറയുക, രണ്ടോ മൂന്ന് എക്സോസ്റ്റ് മാനിഫോൾഡ് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ട് വലിയൊരു പൈപ്പ് കൊടുത്താൽ മതി എന്ന് മാത്രം. ഒറ്റ പൈപ്പ് കൊടുത്താൽ മതി, സിമ്പിളായിട്ട് ഒരു കണക്ഷനാണുള്ളത്. ഇനി പറയാൻ പോകുന്ന മെത്തേഡുകളിലൊക്കെ രണ്ടും മൂന്നും എക്സോസ്റ്റ് മാനിഫോൾഡൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ അതുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത് സിമ്പിൾ പൈപ്പിംഗ് ആണ്. പിന്നെ എൻജിൻ സ്പീഡ് ഇസ് നോട്ട് ലിമിറ്റഡ് ബൈ ദ പ്രഷർ വേവ്സ് ഇൻ ദ എക്സോസ്റ്റ് പൈപ്പ്. എക്സോസ്റ്റ് പൈപ്പിലെ പ്രഷർ വേവുകൾ കാരണം എൻജിൻ്റെ സ്പീഡ് ലിമിറ്റ് ആവുന്നില്ല. ചിലപ്പോൾ എക്സോസ്റ്റ് മാനിഫോൾഡിലുള്ള വിവിധ വേരിങ് പ്രഷർ കാരണം ഇപ്പം ബാക്ക് പ്രഷർ ഉണ്ടാവും, എൻജിനിൽ ബാക്ക് പ്രഷർ വന്നിട്ട് എൻജിൻ്റെ സ്പീഡ് റെഡ്യൂസ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം ഇവിടെ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ എല്ലാ ഭാഗത്തും ഒരേ പ്രഷർ ആയതുകൊണ്ട് ബാക്ക് പ്രഷറിൻ്റെ ഒരു പ്രോബ്ലം ഇവിടെ വരുന്നില്ല. പിന്നെ ഇതിനെല്ലാത്തിനൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവുമല്ലോ, അതെന്താ നോക്കാം. ഇൻ ഓർഡർ ടു കീപ് കോൺസ്റ്റൻറ്റ് പ്രഷർ ലാർജ് ഡയമീറ്റർ പൈപ്പ് ഈസ് റിക്വയർഡ്. ഇപ്പോൾ നമുക്ക് കോൺസ്റ്റൻറ്റ് പ്രഷറാക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഡയമീറ്റർ കൂടുതലുള്ള ഒരു എക്സോസ്റ്റ് മാനിഫോൾഡ് ആവശ്യമാണ്. അതാണ് അതിൻ്റെ ഒരു ദോഷം അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അത്രയും സൈസ് കൂടിയിട്ടുള്ള മാനിഫോൾഡ് വേണ്ടി വരും. മാനിഫോൾഡ് ഫിറ്റ് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ നമുക്ക് മറ്റൊരു രീതിയിൽ നോക്കുമ്പോൾ അത്രയും വലിയൊരു സ്പേസ് ഈ മാനിഫോൾഡ് കണക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വരും. അപ്പോൾ അതൊരു സ്പേസ് നഷ്ടപ്പെടും. അതൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ മാനിഫോൾഡിൻ്റെ കോസ്റ്റും മാനുഫാക്ചർ ചെയ്യാനുള്ള ഒരു കോസ്റ്റും ചിലപ്പം കൂടിയെന്ന് വരാം. പിന്നെ ദ റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം ടു ലോഡ് ചേഞ്ചസ് ഈസ് പുവർ. എന്ന് പറഞ്ഞാൽ ലോഡ് എഞ്ചിനിൽ പല കണ്ടീഷനിലും പല രീതിയിലായിരിക്കും ഓപ്പറേറ്റർ വെഹിക്കിൾ മൂവ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ലോഡ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഫ്യൂവൽ റെസ്പോൺസ് ചെയ്തുകൊണ്ടിരിക്കും, എൻജിൻ റെസ്പോൺസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആ ഒരു റെസ്പോൺസിങ്ങിൻ്റെ ഒരു റെസ്പോൺസ് കുറവാണ്. എന്ന് പറഞ്ഞാൽ ഒരു പെട്ടെന്നൊരു ഡിസിഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും എൻജിനിന് അത് എടുക്കാൻ കഴിഞ്ഞോളണം എന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഇനി പറയാനുള്ളത് പൾസ് ടൈപ്പാണ്. രണ്ടാമത്തെ ടൈപ്പ് പൾസ് ടൈപ്പ്, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ബുഷി ടൈപ്പ് എന്ന് പറയും. അതേപോലെ ഇവിടെ കാണാൻ ഏറ്റവും സെപ്പറേറ്റ് മാനിഫോൾഡുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കൂടുതലായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അതേപോലെ തന്നെ പൾസ് കൺവേർട്ടഡ് ടൈപ്പാണ് മറ്റൊന്ന് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു
ടർബോ ചാർജറിൻ്റെ മെത്തേഡുകളാണ് ഇപ്പം ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്, ഈ മൂന്നെണ്ണം. ഓക്കെ, താങ്ക് യു.